ഒന്നും എത്രയാടാ? അധ്യാപകൻ ചോദിക്കുകയാണ്. രണ്ടിടത്തു നിന്ന് ഒഴുകി വരുന്ന നദികൾ സമ്മേളിച്ച് കുറച്ചുകൂടി വലിയൊരു നദിയായി മാറുന്നത് പോലെ ഒന്നും ചേരുമ്പോൾ ഇമ്മിണി ബല്യ ഒന്നാകുന്നു. അഭിമാനത്തോടെയാണ് മജീദ് ആ ഉത്തരം പറയുന്നത്. ആത്യന്തികമായി തെറ്റാണെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെ മനസ്സും മജീദിനൊപ്പം നിൽക്കുകയാണ്. രണ്ട് നദികൾക്ക് കൂടി ചേർന്ന് വലിയൊരു നദിയാകാമെങ്കിൽ രണ്ടൊന്നുകൾക്ക് കൂടി ചേർന്ന് ഇമ്മിണി വലിയൊരൊന്നുമാകാം. ചൊറിയുന്നിടത്ത് മാന്തുന്നതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും സുഖമുള്ള കാര്യമെന്ന് പറഞ്ഞ, പെണ്ണുങ്ങളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെന്ന് എഴുതിയ, അച്ചടി ഭാഷയിൽ സംസാരിച്ചതിന് ഉമ്മായുടെ തവിക്കടിയേറ്റ മലയാളത്തിന്റെ സ്വന്തം ബഷീറിനെ നമ്മൾ എങ്ങനെ മറക്കാനാണ്? കരുണയായിരുന്നു ബഷീറിന്റെ ഭാഷ. ഞാനും നിങ്ങളും നമുക്കറിയാവുന്ന ചെറിയ വലിയ മനുഷ്യരുമായിരുന്നു ബഷീറിന്റെ മനുഷ്യർ. കാക്കയും പൂച്ചയും ആടും ആനയും എന്തിന് തേരട്ടയെ പോലും കഥാപാത്രമാക്കാൻ ആ വലിയ കഥാകാരൻ തയ്യാറായി. മനുഷ്യർ മാത്രമല്ല, കവലയും മൈതാനവും നാട്ടിൻപുറങ്ങളും വീട്ടകങ്ങളും കടന്ന് എച്ചിൽ മോറുന്ന ഹോട്ടലിന്റെ പിന്നാമ്പുറവും ലോഡ്ജിന്റെ കുടിസുമുറികളും വേശ്യാലയങ്ങളും കഥാപരിസരങ്ങളാക്കാൻ അദ്ദേഹം ധൈര്യം കാട്ടി. കൂട്ടിലടച്ചിട്ട ഒരു ഭാഷയെ മോചിപ്പിച്ചു കൊണ്ടുപോയി ചീട്ടുകളിക്കാരൻ്റെയും ജയിൽ പുള്ളിയുടെയും പോക്കറ്റെടുക്കാരൻ്റെയും ദരിദ്രയുടെയും എല്ലാം ഭാഷ പഠിപ്പിച്ചത് ബഷീറാണ്. അനുഭവങ്ങൾ ഇച്ചിരി പിടിയുണ്ട്, അവനെ അങ്ങ് കാച്ചിയാൽ പോരെ, അങ്ങനെയാണ് ബഷീർ പറയാറ്. അനുഭവങ്ങളാണ് ബഷീർ സാഹിത്യത്തിന്റെ എല്ലാം. കണ്ടും അറിഞ്ഞും അനുഭവിച്ചും അദ്ദേഹം സമ്പാദിച്ച മൂലധനം. 6 വയസ്സുകാരനെയും 60കാരനെയും ഒരുപോലെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന എഴുത്ത് ബഷീറിന്റെ കൈവശാവകാശത്തിൽപ്പെടുന്നു. രക്തനക്ഷത്രം പോലെ കടുംചുമപ്പായ ആ പൂവ് ഹൃദയത്തിലുണ്ട്. നാരായണിയുടെ ഗന്ധം ഈ പ്രപഞ്ചത്തിൽ എങ്ങുമുള്ളതുപോലെ. തികച്ചും സാധാരണക്കാരായ മനുഷ്യരുടെ അതിസാധാരണമായ പ്രണയത്തെ എവിടേക്കാണ് മനുഷ്യൻ കൊണ്ടുപോയതെന്നറിയില്ല. രണ്ട് മനുഷ്യർക്കിടയിൽ നിറഞ്ഞു തുളുമ്പുന്ന പ്രേമത്തെ ഇനിയും മനോഹരമായി എങ്ങനെ പറയാനാണ്? ഒരു നോക്കിലൂടെ, രസകരമായ വാക്കിലൂടെ, കരുതലിന്റെ ചെറിയൊരു കൂട്ടിച്ചേർക്കലിലൂടെ ബഷീർ സൃഷ്ടിച്ചെടുത്ത പ്രേമപ്രപഞ്ചത്തിൽ തന്നെയല്ലേ നമ്മളെല്ലാം ഉള്ളത്. പ്രിയപ്പെട്ട ബഷീർ, നിങ്ങൾ മാംഗോസ്റ്റിൻ മരത്തിന് ചുവട്ടിലിട്ട ആ ചാരുകസേര ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. രക്തവർണ്ണമുള്ള ആ കടലാസു പൂക്കൾ പിന്നീട് ഒരിക്കലും അന്നത്തേതുപോലെ പൂവിട്ടിട്ടുമില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ അണ്ടകടാഹമേ മാപ്പ് എന്ന് എഴുതി വെച്ചാണല്ലോ നിങ്ങൾ പോയത്. പക്ഷേ നിങ്ങളില്ലാത്ത ഈ അണ്ടകടാഹം കഠിന കഠോരമാണെന്ന് മാത്രം അറിയുക.